വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തേത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരും ഇന്നുള്ളത് എൻ്റെ ഒരു കസിൻ്റെ വീട്ടിലാണ്. സോ ഇവിടുത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. രാവിലെ എണീക്കാൻ കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ ഇന്നലെ തലേന്ന് കിടക്കുമ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എണീക്കാൻ ഒബ്വിയസ്ലി ലേറ്റ് ആവുമല്ലോ. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഫ്രഷൊക്കെ ആയതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പഴമായിരുന്നു. കറി ഉണ്ടേനു, ബട്ട് ഞാൻ എന്തായിട്ടും ചൂസ് ചെയ്യുക പഴമായിരിക്കും. ബിക്കോസ് ഐ ലവ് ദിസ് കോംബോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ കറൻ്റ്ലി ഇപ്പോൾ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഒരു 3 hours to 4 hours ആ ഒരു റേഞ്ചിലായിരിക്കും ക്ലാസ്സിൻ്റെ ഇത് വരുന്നുണ്ടാവുക. അപ്പോൾ പിന്നെ ക്ലാസ് വേഗം കാണാമെന്ന് വിചാരിച്ചാൽ കഴിഞ്ഞല്ലോ. സോ അങ്ങനെ എനിക്കാണെങ്കിൽ ഒരു സ്ഥലത്തിരുന്ന് ക്ലാസ് ആണെങ്കിൽ നടക്കില്ല. സോ ഞാൻ ജസ്റ്റ് പ്ലേസ് മാറ്റിയിട്ടുണ്ട്, ചേഞ്ച് ആക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫിംഗർ ഇപ്പോൾ ശ്രദ്ധിച്ചോരാണെന്നുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. ഫസ്റ്റ് വോട്ടായത് എൻ്റെ കന്നി വോട്ടേനും ഏതായാലും എൻ്റെ ഒരു ഇത് കോളാക്കി തന്നിട്ടുണ്ട്. കാരണം ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷനിൽ പോയതാണ്. പക്ഷെ എൻ്റെ കൈയെല്ലാം കൂടി എന്തെല്ലോ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ ഹൽവ ഒക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് എന്ത് പറയാനാ, കിട്ടിയിട്ടില്ല. എനിവേയ്സ് ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് അസൈൻമെൻറ്റ്സ് എഴുതാനുണ്ട്. കാരണം ഞാനിപ്പോൾ കറൻ്റ്ലി ഡിഗ്രി ചെയ്യുന്നുണ്ട് ഡിസ്റ്റൻ്റായിട്ട് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലാണ്. സോ നമ്മൾ അസൈൻമെൻറ്റ് സബ്മിഷൻ ലാസ്റ്റ് ഡേറ്റ് ഇങ്ങനെ അടുത്തുകൊണ്ട് നിൽക്കുകയാണ്. സോ വെറുതെ ഇരിക്കാൻ ഒന്നിനും ടൈമില്ല. അപ്പോൾ വിചാരിച്ച അസൈൻമെൻറ്റ് ചെയ്താൽ ഞാനാണെന്നുണ്ടെങ്കിൽ ഒന്നുപോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ അസൈൻമെൻറ്റ് ചെയ്താന്നുള്ളൊരു ഇതിൽ പോവാണ്. ജസ്റ്റ് കിച്ചണിലേക്ക് പോയ ടൈമിൽ ലഞ്ചിനേക്കുള്ള എന്തെല്ലോ സംഭവങ്ങൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. വെജീസൊക്കെ കട്ട് ചെയ്യാണ്. പ്രത്യേകിച്ച് ഇവർ എന്നോട് പറഞ്ഞ കാര്യമാണ് വീഡിയോ എടുക്കുന്ന ടൈമിൽ ഭയങ്കര നീറ്റിലെടുക്കണം എന്നുള്ളത്. പക്ഷേ എനിക്ക് ഭയങ്കര എന്തെല്ലോ ചെയ്യുന്നു. അതായത് അസൈൻമെൻറ്റ് ഉണ്ട്, ക്ലാസ് വേറെ ഭാഗത്ത്, എല്ലാം കൂടി ഒരു ഹറിബറി ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കണോ. സോ എനിക്കാവുന്ന പോലെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ആരെങ്കിലും കുക്ക് ചെയ്യുന്ന നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട്. നല്ല രസമല്ലേ. അപ്പോൾ പിന്നെ കിച്ചണിലാൻ കുറേ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ലഞ്ചിൻ്റെ മെനു എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനാണ്. ഈ കോംബോ ഇഷ്ടമുള്ളവരുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫ്രൈഡ് റൈസ് എപ്പോൾ എവിടുന്നെങ്കിലും ഓർഡർ ചെയ്താൽ അപ്പോൾ ചില്ലി ചിക്കനും വാങ്ങും. കാരണം അതൊരു നല്ലൊരു സംഭവമല്ലേ. എനിവേയ്സ് അപ്പോൾ ഇവിടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് അവിടെ അസൈൻമെൻറ്റ് ഞാനിങ്ങനെ എടുത്തിട്ട് വന്നതാണ് എഴുതാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് കിച്ചണിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടേ. പിന്നെ ഞാൻ മതി പിന്നെ എഴുതാന്നുള്ള രീതിയിൽ കിച്ചണിൽ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെറുതെ കുറേ സമയം വീഡിയോ എടുക്കുന്നു, കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എന്തെല്ലാം ഇനി ഫുൾ ടൈം കിച്ചണിലൊന്നും ഉണ്ടായിട്ടില്ല. ഇടയ്ക്ക് പോയിട്ട് TV കാണോ, അങ്ങനത്തെ എന്തെല്ലോ പരിപാടീസ്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മടിയേനും അസൈൻമെൻറ്റ് എഴുതണ്ടേ. പ്രത്യേകിച്ച് ആ മാർജിൻ വരക്കലെല്ലാം നമുക്ക് ഭയങ്കര സീനായിട്ട് തോന്നിയേ. എല്ലാ ഇതിലും മാർജിൻ വരക്കണോ എഴുതണോ, കുറേ അസൈൻമെൻറ്റെല്ലാം എഴുതിയിട്ട്. സോ അതിൻ്റെ ഒരു ഇതെനിക്ക് ഉണ്ടായിന്. അപ്പോൾ ഇവിടെ നമ്മളെ ചിക്കനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളെ ഫുഡൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അങ്ങനെയാണ് അവസ്ഥകൾ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് പോയിട്ട് കുറച്ച് അസൈൻമെൻറ്റ്സ് കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫ്രഷായി കുളിച്ചൊക്കെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അടിപൊളി ഫുഡേനു, പറയാണ്ടിരിക്കാൻ കഴിയില്ല. നമ്മളെല്ലാവരും നല്ലോണം തിന്നിട്ടുണ്ടായിന്. ഈ ഫുഡ് കഴിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ളതോ ഇനിയും അസൈൻമെൻറ്റ് എഴുതണ്ടേ. കാരണം എനിക്ക് എന്തോ ട്രോമ പോലെ ആയി ഈ അസൈൻമെൻറ്റ് എഴുതൽ. അതന്നെ എനിക്ക് ചിന്ത ഉള്ളൂ. എനിക്ക് ഒന്നും കറക്റ്റ് ഒരു സ്ഥലത്ത് ഇരിക്കാൻ കഴിയുന്നില്ല. വെക്കേഷനായിട്ട് പോലും എല്ലാവർക്കും ഇപ്പോൾ വെക്കേഷനാണ്. പക്ഷെ എനിക്കൊന്നും എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. എന്നെപ്പോലെ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ ഇപ്പോഴും ക്ലാസ്സും അസൈൻമെൻറ്റ്സും അതും ഇതും എക്സാംസൊക്കെ ആയിട്ട്. അങ്ങനെയുള്ളവർ ഡു കോമെൻറ്റ്. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ വേറെ വഴിയില്ലല്ലോ, ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് പിന്നെ അസൈൻമെൻറ്റ് എഴുതാമെന്ന് വിചാരിച്ച് പിന്നെ അങ്ങനെ എഴുതാൻ ഇരുന്നു. കുറേ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ ടൈം ലാപ്സിൽ വീഡിയോ എടുത്തുകൊണ്ടാണ് വേഗം കഴിയുന്ന പോലെ തോന്നുന്നത്. കുറേ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു വന്ന്. കാരണം എൻ്റെ ഒരു ഇതിൽ ഒന്നെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു മോട്ടീവേനും ഉണ്ടായത്. അപ്പോൾ പിന്നെ എഴുതിയേ പറ്റും. എനിക്കത് നല്ല മടിയുണ്ട്. കാരണം എല്ലാവരും ഉണ്ട്, കസിൻസ് എല്ലാവരും ഉണ്ട്. സോ എല്ലാവരും അപ്പുറത്തുനിന്ന് ഓരോരോ ഇതാക്കിയിട്ട് ഇതാക്കുന്നത്. ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എഴുതുന്നു. എനിക്ക് സങ്കടവും വരുന്നത്. പക്ഷെ വേറെ ഓപ്ഷനും ഇല്ല, എഴുതിയേ പറ്റൂ. അല്ലെങ്കിൽ ലാസ്റ്റ് ഡേറ്റിൻ്റെ ആ ഒരു സബ്മിഷൻ ഡേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ ഇതിനെക്കാട്ടി കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരും. സോ അതെനിക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേഗം എഴുതി തീർക്കാം എന്നുള്ളൊരു മൈൻഡിൽ കഷ്ടപ്പെട്ട് എഴുതുന്നത്. ഇത് മാത്രമല്ല, എനിക്കാണെങ്കിൽ എക്സാംസൊക്കെ വരാണ്. സോ എല്ലാം കൂടിയുള്ളൊരു ഡേയ്സാണ് ഇനി എനിക്ക് വരുന്നത്. ബിക്കോസ് ക്ലാസ് ഉണ്ടാവും, എക്സാംസിന് ഉള്ള അതുണ്ടാവും, ഈ അസൈൻമെൻറ്റ് ഉണ്ടാവും. എല്ലാം കൂടി ഒരു അക്കാദമിക്കലി പ്രഷറുള്ള ഡേയ്സാണ് ഇനി എനിക്ക് വരാൻ പോകുന്നത്. ഇതെല്ലാം ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര മനസ്സിനൊരുമാതിരി എന്തെല്ലോ പോലെയാണ്.
എനിവേയ്സ് നമ്മളെല്ലാവരും ഈവനിങ് ആയപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. വലിയ കാര്യമായിട്ടൊന്നുമല്ല, എനിക്ക് കുറച്ച് സ്റ്റേഷനറീസൊക്കെ വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ടായത്. പക്ഷേ കണ്ണ് മൊത്തം ഉണ്ടായത് ഈ ചോക്ലേറ്റ്സ്, ലേസ്, ബിസ്ക്കറ്റ്സ് ആ സെക്ഷൻസിലൊക്കെ ആയിരുന്നു. വാങ്ങാൻ വന്നത് എന്തോ എടുത്തത് കുറേ എന്തെല്ലോ ആണ് ഉണ്ടായത്. പിന്നെ ഈ ഭാഗത്തേലെത്തി എനിക്ക് തോന്നുന്നു എല്ലാവരും ഇതുപോലെ തന്നെയല്ലേ ഇരിക്കും അല്ലേ, എന്തെല്ലോ വാങ്ങിയിട്ട് വരും. വാങ്ങാൻ പോയതൊന്നും ഇരിക്കില്ല വാങ്ങുന്നുണ്ടാവുക. പിന്നെ ഈ സ്റ്റേഷനറീസിൻ്റെ സെക്ഷൻ എത്തിയാൽ ഞാൻ കംപ്ലീറ്റ്ലി അവിടെ സ്റ്റക്കാവും. ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് സ്റ്റഫ്സ്. ബിക്കോസ് ഈ പേപ്പേഴ്സ്, പെൻസ്, മാർക്കേഴ്സ്, ഡയറീസ് ഭയങ്കര അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വീട്ടിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ഒന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഡിന്നറിനേക്കുള്ള പ്രിപ്പറേഷൻസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മക്കൾസാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ സാൻഡ്വിച്ചാണ് നമ്മൾ ചെയ്യാൻ വിചാരിച്ച്. സോ അതിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത്രയൊക്കെ തന്നെയാണ് ഉണ്ടായത്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുമ്പോൾ ഭയങ്കര എനിക്ക് നോക്കുകയാണെങ്കിൽ സംഭവം പ്രത്യേകിച്ച് വലിയ പണികളൊന്നും ഇല്ല. പക്ഷെ അക്കാദമിക്കലി നോക്കുകയാണെങ്കിൽ കുറച്ച് പണികളുള്ളൊരു ഡേ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കൂടി പുറത്തൊരു എനിക്കൊന്ന് 11 മണിയെല്ലാം ആയിട്ടുണ്ടാവും കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. എന്തെങ്കിലും കളിക്കാമെന്നുള്ള രീതിയിൽ എന്ത് കളിയാണ് കളിച്ചത്. കാരണം ഇത് കഴിഞ്ഞിട്ട് കുറച്ചധികം ഡേയ്സായി. സോ നല്ല രസമുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി ഓടിയിട്ട് എന്തെല്ലോ എനിക്ക് തോന്നുന്നു സാറ്റാകുമോ അങ്ങനെ എന്തെല്ലോ നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു കുറേ സമയത്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായത്. പിന്നെ നമ്മളെല്ലാവരും കിടക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. വേഗം കിടന്നിനെങ്കിലും കുറേ കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട്. കാരണം കുറേ റീൽസ് എടുത്ത് കുറേ കഥയൊക്കെ പറഞ്ഞുറങ്ങാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ എൻ്റെ ഒരു ഡേ എന്ന് പറയുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ല കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ ഇൻഷാല്ല സൂൺ വരാം. അപ്പോൾ എന്തായിട്ട് നിങ്ങളെ കോമൻസ് എല്ലാം അറിയിക്കുക. ബൈ.